വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് കേട്ടോ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈവൻ ഹെൽത്ത് പരമായിട്ട് ഒരുപാട് അഡ്വാൻറ്റേജും സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉള്ളതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ എന്ന് പറഞ്ഞാൽ. ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം അല്ലെങ്കിൽ NHPS എല്ലാം ലോഞ്ച് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളതാണ്. ഇനി അതിനകത്ത് തന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടെങ്കിൽ അത് എറാഡിക്കേറ്റ് ചെയ്യാം, കൺട്രോൾ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യം സംബന്ധിച്ച് അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു ഘടകമായ കാര്യമാണ്. അതായത് ജനസംഖ്യയുടെ അളവ് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ മരണനിരക്ക് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികളുടെ മരണനിരക്ക് കൂടുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെ അതൊക്കെ വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ്സ് കൂട്ടുക എന്നുള്ളതായിട്ട്, അതുമാത്രമല്ല എൻവയോൺമെൻറ്റൽ സാനിറ്റൈസേഷൻ ഇംപ്രൂവ്മെൻറ്റ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് അസുഖങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിൽ വരുന്നതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്. അടുത്ത റെഡ്യൂസ് ഇൻ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റും കുറയ്ക്കുക എന്നുള്ളത്. ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ റൂറൽ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ നാഷണൽ പ്രോഗ്രാംസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ നമ്മുടെ ലൈഫൊക്കെ ക്വാളിറ്റി ലൈഫാണ്, എന്നാൽ ഇതിനേക്കാൾ ലൈഫ് ഇല്ലാത്ത അല്ലെങ്കിൽ പുവർ സാനിറ്റൈസേഷൻ ഉള്ള അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ലൈഫൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ നോക്കുന്ന സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സംബന്ധിച്ച് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുമ്പം സെവറൽ ഇന്റർനാഷണൽ ഹെൽത്ത് പ്രോഗ്രാം പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് മെറ്റീരിയൽ സപ്പോർട്ട് ടു ഇന്ത്യ ഫോർ ഇംപ്ലിമെന്റ് ദീസ് പ്രോഗ്രാം. അതായത് നമുക്ക് ഇന്ത്യ മാത്രം ഒരു ഓട്ടോണമസ് ബോഡി ആയിരുന്നു കൊണ്ട് ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാംസുകളാകണം എന്നൊരു നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം കേരളത്തിന് മാത്രമായിട്ട് പ്രോഗ്രാംസുകളുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാടിന് മാത്രമായി പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ഫണ്ടിങ് പാർട്ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓട്ടോണമസ് ബോഡികളായിരിക്കും, ലൈക്ക് WHO പോലെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷണൽ ചൈൽഡ് ഫണ്ട് എന്ന് പറയുന്ന ഓട്ടോണമസ് ബോഡിയാകാം, ഇല്ലാന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് നാഷണൽ പോപ്പുലേഷൻ ഫണ്ട് അല്ലെങ്കിൽ UNFPA ആകാം. ഇതുപോലെ ഒരുപാട് ഫണ്ടിങ് ഓട്ടോണമസ് ബോഡികളുണ്ട് എന്നുള്ളതാണ്. അപ്പം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് അക്സെപ്റ്റബിൾ ലെവലിൽ അല്ലെങ്കിൽ ഈവൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മേജർ ഘടകം എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇക്വിറ്റബിൾ ഹെൽത്ത് കെയർ, അതായത് ഇപ്പോൾ റൂറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർബൻ ആയിക്കോട്ടെ എല്ലായിടം ഒരേപോലെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഹെൽത്തിന് ഒരു മാറ്റവും ഇല്ലാതെ പ്രോപ്പറായിട്ട് കെയർ കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു മരുന്ന് വിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, കൊടുക്കുന്നത്, ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായ കാര്യമാണ്. ഇനി അതുമാത്രമല്ല ഹെൽത്ത് സർവൈലൻസും കൺട്രോൾ മെഷേഴ്സും ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ പ്രിവെൻഷനും ക്യൂവറും എപ്പോഴും ഈ സ്ട്രാറ്റജിയിൽ ഉള്ളൊരു കാര്യമാണ്. കാര്യം പ്രിവെൻഷനും ക്യൂവറും അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ചില അസുഖങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ക്യൂവറിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയാറില്ലേ, അതുപോലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ ഒബ്ജക്റ്റീവ്. ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ആണ് ഉള്ളതെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് 5 മേജർ സെക്ടേഴ്സ് ആണുള്ളത്, 5 മേജർ സെക്ടേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ഹെൽത്ത് സെക്ടർ ആണ്. അതായത് ഗവൺമെൻറ് റൺ ചെയ്യുവാണ് ചെയ്യുക. ബേസിക്കലി ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുക. 2 പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ്. ഇവിടെ ഹോസ്പിറ്റൽ, ക്ലിനിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ആയിരിക്കും, ലൈക്ക് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ആയുഷ് ആണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇല്ലേ, ഇതൊക്കെ നമ്മുടെ അക്സെപ്റ്റബിൾ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഹെൽത്ത് എന്ന് പറയുന്ന ഘടകത്തിന് നമുക്ക് അപ്സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാം. ഇനി പറയേണ്ടത് വോളണ്ടറി ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആണ്. NGO എന്ന് കേട്ടിട്ടുണ്ടോ? അത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. അപ്പോൾ NGO ഒക്കെ അല്ലെങ്കിൽ ട്രസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫണ്ടിങ് പാർട്ടീസ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരുപാട് പൈസകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇനി നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്. ഇവിടെ വെച്ചാൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കും. സ്പെസിഫിക് പോപ്പുലേഷൻ, സ്പെസിഫിക് പബ്ലിക് ആൻഡ് സ്പെസിഫിക് ഡിസീസ്. ഇപ്പോൾ കോവിഡിനൊക്കെ ഒരുപാട് ഫണ്ട് നമ്മുടെ കേരള ഇറക്കിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ ഒരു അസുഖത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം മേജറായിട്ട്
നമുക്ക് ഹെൽത്ത് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ആണ്. അതായത് NVBDCP ആണ്. ഇവിടെ മലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ, ഫിലാരിയാസിസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി RNCP ആണ്, ട്യൂബർക്ലോസ്. ഇപ്പോൾ RNCP ഒക്കെ മാറി ഇപ്പം നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു എലിമിനേഷൻ ഫേസിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ TB പ്രിവെൻറ്റ് ചെയ്യുക, ഡയഗ്നോസ്, ട്രീറ്റ്മെൻറ്റ് ഒക്കെയാണ്. ആൻഡ് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അത് NLEP, നമ്മുടെ ലെപ്രസി ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്തൊക്കെ ഇപ്പോൾ ഉണ്ട് ഏകദേശമൊക്കെ. ഇനി എയർലി ഡിറ്റക്ഷൻ ട്രീറ്റ്മെന്റ് ഓഫ് ലെപ്രസി, അത് ലെപ്രസി വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എയർലി ഡിറ്റക്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ആൻഡ് NACP, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഉറപ്പായിട്ടും ചോദിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഫ്രീ വാക്സിൻ കൊടുക്കുക, ലൈക്ക് പോളിയോ, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യുവാസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം. സോ ടാർഗറ്റ് യുവാസ്, എ ക്രോണിക് ബാക്ടീരിയൽ ഡിസീസ് അഫക്റ്റിംഗ് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയാം. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് നമുക്ക് പ്രോഗ്രാം ഉണ്ട്. ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്, മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്, ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഫോർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, ആൻഡ് ന്യൂട്രീഷണൽ പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ മെറ്റേണിറ്റി കെയർ പ്രോഗ്രാംസുകളുണ്ട്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ലൈക്ക് ICDS ഉണ്ട്. ഇവിടെ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുക, സ്കൂൾ എഡ്യൂക്കേഷൻ ഓൺ ന്യൂട്രിയൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന പരിപാടിയാണ് മിഡ് ഡേ മീൽ സ്കീൽ പ്രോഗ്രാം, അല്ലെങ്കിൽ MDMP പറയും. അത് കുട്ടികൾക്ക് ന്യൂട്രിയൻസ് കൊടുക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബിരിയാണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം SNP ഉണ്ട്. ഇവിടെ നമ്മൾ മൽന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. നാഷണൽ ന്യൂട്രീഷൻ അനീമിയ പ്രോഫലക്സ് പ്രോഗ്രാം, അതായത് അനീമിയ വരാതിരിക്കാൻ വേണ്ടി സ്ത്രീകളിലും കുട്ടികളിലും അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയൺ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന പ്രോഗ്രാമാണ്. അടുത്ത് നാഷണൽ അയോഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഉണ്ട്, അതായത് അയോഡിൻ്റെ ഡെഫിഷ്യൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമാണ് നാഷണൽ അയോഡിൻ ഡെഫിഷ്യൻസി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. സോ ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാംസുകളാണ്. ഇതൊക്കെ ഷോർട്ട് ഫോം ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നാഷണൽ HIV എയ്ഡ്സ് അല്ലെങ്കിൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാംസ് ആണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ NACP ആണ്. സോ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യുന്നത് 1992 HIV എയ്ഡ്സിനെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഫേസ് ഉണ്ട്. സോ ഫേസ് ഓഫ് NACPയിൽ ഫസ്റ്റ് പറയുന്നത് 1922 മുതൽ 99 വരെയാണ്. സോ വർഷങ്ങൾക്ക് റെഗുലർ ഇന്റർവെൽ ഉണ്ട്. അപ്പോൾ ആ ഇന്റർവെൽ 5, ചിലത് 5 ആണ്, ചിലത് 10 ആണ്. അപ്പം 5, 10, 2 ആ ഒരു അളവിൽ പഠിച്ചു പോവാട്ടോ. സോ ഇവിടെ HIV എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യുക, സ്പ്രെഡിങ് കുറയ്ക്കുക. ആ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യയിൽ HIV ഒന്നും ബാധിക്കില്ല, നമ്മളൊക്കെ ഫ്രീ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറിയിരുന്നു. അവിടെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ കൊടുത്തു. എന്താണ് HIV, പ്രോപ്പറായിട്ട് എങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഗേറ്റ് ചെയ്യണം, STD എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക, HIV സർവിലൻസ്, ആർക്കെങ്കിലും HIV ഉണ്ടോ, HIV വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ എന്ത് അച്ചീവ്മെന്റ് ചെയ്തു എന്ന് വെച്ചാൽ സാക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഇവരാണ് കൂടുതലും കോണ്ടം പ്രൊമോഷൻ കൊടുക്കുന്നത്, ബ്ലഡ് സേഫ്റ്റി ഇനിഷ്യേറ്റീവ്സ് എടുത്തത്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തത്? സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്. ഈ നെക്സ്റ്റ് വൺ ഈസ് NACP 2 ആണ്. 1999 മുതൽ 2007 വരെയാണ്. ഇവിടെ HIV ട്രാൻസ്മിഷൻ ഒഴിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കായിട്ട് ഉണ്ടായിരുന്നത്. സോ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്യുക, മാപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അതിനുശേഷം HIV ടെസ്റ്റിംഗ് സെന്റേഴ്സ് കൊണ്ടുവന്നു. പാരന്റ് ടു ചൈൽഡിൽ നിന്ന്, ഇപ്പോൾ എക്സാമ്പിൾ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടുന്ന കേസുകളുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. എയർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് HIV ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് PTCT എന്ന് പറയാം. സോ പാരന്റ് ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഒഴിവാക്കുക. അച്ചീവ്മെന്റ് പറയുവാണെങ്കിൽ HIV സെൻട്രൽ സർവൈലൻസ് നാഷണൽ വൈഡ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് നമുക്ക് സ്ട്രെങ്തൻ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ളതാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന NACP 3 ആണ് പറയാൻ പോകുന്നത്. 2017 to 2012 ആണ്. ഇവിടെ HIV ഇൻസിഡൻസ് 60% ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൈ പ്രീവലൻസ് സ്റ്റേറ്റ്, അതായത് ഏറ്റവും കൂടുതൽ HIV നോട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്ത് 60% കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. ആൻഡ് 40% ഇൻ വൾണറബിൾ സ്റ്റേറ്റ്, അതായത് ഒട്ടും ഭയങ്കരമായിട്ട് കൂടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പാടുന്ന സ്റ്റേറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പം മിക്കവാറും സ്ലംസിലൊക്കെയാണ് HIV കൂടുതലായിട്ട് കാണാറുള്ളത്, അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന്റെ കാറ്റഗറിയിലൊക്കെ ഒരുപാട് HIV കാണാറുണ്ട്. അവരിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരുപാട് ഒഴിവാക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്
അപ്പോൾ കീ ഇനിഷ്യേറ്റീവ് ക്വാണ്ടം പ്രൊമോഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് ART, അതായത് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി കൂടുതലായിട്ട് കൊണ്ടുവന്നു ആൻഡ് സേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഗേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കൂടുതലായിട്ട് ലൈംഗിക തൊഴിലാളികളൊക്കെ ഫോക്കസ് ചെയ്ത സമയം ഈ ഒരു സമയമാണ്. HIV കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ICTCകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആൻഡ് റെഡ് റിബൺ ക്ലബ്സ്, അതായത് നിങ്ങൾക്കറിയാം HIV ഒക്കെ മിക്കവാറും ഒക്കെ ഇങ്ങനെ റെഡ് റിബൺ ആയിട്ട് നിങ്ങളിങ്ങനെ കാണാറുണ്ട്. അതെല്ലാം ഇതിന്റെ ഇനിഷ്യേറ്റീവ്സ് ആണ്. സോ അച്ചീവ്മെന്റ് പറയുവാണെങ്കിൽ 4.2 lakh പേഷ്യൻസ് എന്ത് ചെയ്തു, ART തെറാപ്പി എടുത്തു എന്നുള്ളതാണ്. എന്ത് ചെയ്തു, 4.2 lakhs ആൾക്കാർ ART തെറാപ്പി എടുത്തു എന്നുള്ളതാണ് കേട്ടോ. സോ എക്സ്പാൻഷൻ ഓഫ് HIV പ്രിവെൻഷൻ നെറ്റ്വർക്ക്. സോ ആ HIV പ്രിവെൻഷൻ നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഇനി NICP 4 ആണ്, 2017 ആണ് പറഞ്ഞത്, 12 മുതൽ 17 വരെ. ഇവിടെ പുതിയ HIV ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാര്യമാണ് അവർ നോക്കിയിരുന്നത്. അത് മാത്രമല്ല HIV പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്ത്, കാരണം HIV പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്ത് എന്ത് സംഭവിക്കാം, അവരിൽ നിന്ന് ഫർദർലി പിന്നെ സ്പ്രെഡ് ചെയ്യില്ല. സോ സ്ട്രാറ്റജി പറയുവാണെങ്കിൽ അവിടെ ART തെറാപ്പി കൊണ്ടുവന്നുള്ളതാണ്. ആൻഡ് PLHI സോഷ്യൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കൊണ്ടുവന്നു. ആൻഡ് സ്റ്റിഗ്മയും ഡിസ്ക്രിമിനേഷനും, കാരണം HIV വന്ന ആൾക്കാർക്ക് എന്തോ മാരകമായ അസുഖമാണ് എന്നുള്ളൊരു കൺസിഡറേഷനൊക്കെ നമ്മൾ ഒഴിവാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അച്ചീവ്മെന്റ് പറയുവാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള പീഡിയാട്രിക് ART സർവീസുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. HIV TB കോ മാനേജ്മെന്റ്, അതായത് ഇപ്പം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസുകളുണ്ട്, അതായത് 2-3 പ്രോഗ്രാം ഒരുമിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ TB, ലെപ്രസി, HIV ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ കീ പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു, ഓൾറെഡി പറഞ്ഞതുപോലെ ബ്ലഡ് സേഫ്റ്റി പ്രോഗ്രാം, അവിടെ HIV കൗൺസിലിംഗ് ടെസ്റ്റിംഗ് സർവീസ്, മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ, കോണ്ടം പ്രൊമോഷൻ ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ്, HIV TB കൊളാബറേഷൻ, നീഡിൽ സിറിഞ്ച് എക്സ്ചേഞ്ച് പ്രോഗ്രാം, HIV എയ്ഡ്സ് വർക്ക് പ്ലേസ് ഇൻ്റർവെൻഷൻ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ കീ മൈൽ സ്റ്റോൺസ് ആണ് പറയുന്നത്. 1986 ആദ്യത്തെ HIV കേസ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതിനുശേഷം 1987 എയ്ഡ്സിന് ടാസ്ക് ഫോഴ്സ് സെറ്റപ്പ് ചെയ്തു, ICMR. അതിനുശേഷം 1992 NICP 1 വന്നു, 1999 2 വന്നു, ആൻഡ് 24 ഫ്രീ ART തെറാപ്പി ഇനിഷ്യേറ്റ് ചെയ്തു. 2007 NICP 3 ലോഞ്ച് ചെയ്തു. 12 എന്ത് ചെയ്തു, 4 ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും നിങ്ങൾ നോക്കി എന്തായാലും വെക്കാം. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന നാഷണൽ TB പ്രോഗ്രാം ആണ്. സോ നാഷണൽ TB പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം, TB ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. സോ നമുക്ക് 2 തരത്തിലാണ് TB ഉള്ളത്. പൾമണറി TB ഉണ്ട്, എക്സ്ട്രാ പൾമണറി TB ഉണ്ട്. സോ പൾമണറി TB എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈന്, സ്കിന്ന്, ലിംഫ്, നഖവും മുടി ഒഴികെ എല്ലായിടും TB ബാധിക്കും. സോ ലങ്സ് ആണ് ബാധിക്കുന്നത്, ലൈക്ക് ലങ്സ്. ഇപ്പോൾ TB ഞാൻ പറഞ്ഞതുപോലെ ലങ്സ്, കിഡ്നി, ലിവർ എല്ലാം ബാധിക്കും. ലങ്സിനെയാണ് നമ്മൾ ബാധിക്കുന്നതെങ്കിൽ ദാറ്റ്സ് കോൾഡ് പൾമണറി TB. ഇനി ലങ്സ് ഒഴികെ ബാക്കി എവിടെ ബാധിച്ചാലും ഇറ്റ്സ് കോൾഡ് എസ് എക്സ്ട്രാ പൾമണറി TB. സോ NTP നാഷണൽ TB പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത് 1962. സോ അവിടെ ഡിസ്ട്രിക്ട് TB സെന്റേഴ്സ്, അതായത് ഓരോ ഡിസ്ട്രിക്റ്റുകളിലും TB സെന്റേഴ്സ് കൊണ്ടുവന്നു. ആ സമയത്ത് BCG വാക്സിൻസ് കൂടുതലെടുക്കുക, TB ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം വന്നത്. 1997 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ RNCP റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസ് കൺട്രോൾ പ്രോഗ്രാം. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന നാഷണൽ TB പ്രോഗ്രാമിനെ റിവൈസ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒബ്സർവ് ട്രീറ്റ്മെന്റ്, അതായത് നമ്മളെ പേഷ്യന്റിന് എന്ത് ചെയ്യണം, അവർ ഗുളികയുടെ കവർ കൊണ്ടുവന്നാൽ അടുത്ത ഗുളിക കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആശാ വർക്കർ വീട്ടിൽ പോയിട്ട് ഗുളിക കഴിക്കുന്നുണ്ടോ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഷോർട്ട് കോഴ്സ് ഡോട്ട്സ് എന്ന് പറയും. സോ ഓരോ സമയത്തും ഹോസ്പിറ്റലിൽ പോയി കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ. സോ ക്യൂർ TB പേഷ്യൻസ്, സോ പേഷ്യന്റിനെ ക്യൂർ ചെയ്യുക, ഡെത്ത് കുറയ്ക്കുക, ട്രെയിനിങ്ങും റിസർച്ചും കൂടുതൽ കൊണ്ടുവരിക. ഡ്രഗ് റെസിസ്റ്റൻസ്, അതായത് അധികമായി ഡ്രഗ് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഡ്രഗിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ആ റെസിസ്റ്റൻസ് ഒഴിവാക്കുക, ലൈക്ക് MDR TB, XDR TB ഒക്കെ ഒഴിവാക്കുക. TB ട്രാൻസ്മിഷൻ കുറയ്ക്കുക, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള ട്രാൻസ്മിഷൻ കുറയ്ക്കുക. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി തന്നെ പോവുക. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യൂർ TB പേഷ്യൻറ്റ്, പ്രിവെൻറ്റ് ഡെത്ത് ആൻഡ് പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് പ്രിവെൻറ്റ് ഡ്രഗ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി പോവേണ്ടത് അത്യാവശ്യം ആണ് എന്നുള്ളതാണ്. ഓക്കെ.
സോ നെക്സ്റ്റ് അത് മാത്രമല്ല സ്ട്രെങ്തൻ ടി ബി കൺട്രോൾ സ്ട്രാറ്റജി. സോ ടി ബി കൺട്രോൾ സ്ട്രാറ്റജി കൂടുതലായിട്ട് കൊണ്ടുവന്ന സമയമൊക്കെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെയാണ്. ആൻഡ് കറക്റ്റ് ഡയഗ്നോസിസ് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൂടുതലായിട്ട് അഡ്ഹർ ചെയ്യുക, പേഷ്യൻറ്റ് ട്രാക്ക് ചെയ്യുക, മാപ്പ് ചെയ്യുക. ചില ആൾക്കാരൊന്നും കഴിക്കത്തില്ല, ആദ്യമൊക്കെ കഴിക്കും, പിന്നെ അങ്ങ് നിർത്തിയൊക്കെ ഒഴിവാക്കും, പിന്നെ മരുന്ന് മന്ത്രവാദത്തിലേക്ക് അങ്ങ് കൂടുതലേക്ക് പോകും, ആയുർവേദത്തിലൊക്കെ പോകാറുണ്ട്. ആയുർവേദം ചീത്ത എന്നല്ല, പക്ഷേ കൂടുതൽ നമുക്ക് പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ടും മെഡിസിൻസ് അവൈലബിൾ ആയതുകൊണ്ടും അത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. സോ RNCP എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ is സ്റ്റേറ്റ് ലെവൽ. സോ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. കേരള കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ട്യൂബർക്ലോസ് ഓഫീസ് ഉണ്ട്. ഇതാണ് സ്റ്റേറ്റ് ട്യൂബർക്ലോസ് ഓഫീസ്. അത് നമ്മുടെ ട്രിവാൻഡ്രത്താണുള്ളത്. അവിടെ തന്നെ സ്റ്റേറ്റ് ട്യൂബർക്ലോസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവരുടെ അണ്ടറിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഡിസ്ട്രിക്റ്റുകൾ വരിക. ഈ ഡിസ്ട്രിക്റ്റുകളിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ DTCകളുണ്ട്. ഡിസ്ട്രിക്ട് TB സെൻറ്റർ ഫോർ ട്രിവാൻഡ്രം, ഡിസ്ട്രിക്ട് TB സെൻറ്റർ ഫോർ കൊല്ലം, ഡിസ്ട്രിക്ട് TB സെൻറ്റർ ഫോർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഇതിനകത്തും ഓരോ മെഡിക്കൽ ഓഫീസർ ഉണ്ട്. അത് TB കൺട്രോൾ പ്രോഗ്രാമിന് വേണ്ടി ഓരോ മെഡിക്കൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെരിഫർ ലെവൽ പറയുവാണെങ്കിൽ, ഇച്ചിരി കൂടെ താഴോട്ട് പറയുവാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിനകത്തും ഞാൻ ഇനി ഫോക്കസ് ചെയ്ത് പറയാൻ പോവാണ്. അതിനകത്ത് എന്താണ് ഡെസിഗ്നേറ്റ് മൈക്രോസ്കോപ്പി സെൻറ്റർ DMCSകളുണ്ട്, ഡോട്ട് സെൻറ്ററുകളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ആൻഡ് RNCP എന്ത് ചെയ്യുന്നു വെച്ചാൽ കംപ്ലീറ്റ് കവറേജ് കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഇത് ശ്രദ്ധിക്കണം, അവരെന്ത് കംപ്ലീറ്റ് കവറേജ് കൊടുത്തു എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ് കവേർഡ് എൻ്റർ കൺട്രി സിൻസ് മാർച്ച് 2026. ഫേസ് 2 ആണെങ്കിൽ ലോഞ്ച് ഓൺ October 1, 2006. നാഷണൽ സ്ട്രാറ്റജി പ്ലാൻ NSP 2012 മുതൽ 2017 വരെയാണ്. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇന്ത്യസ് 12th 5-year പ്ലാൻ എയിം ടു യൂണിവേഴ്സൽ ആക്സസ് ടു ക്വാളിറ്റി TB കെയർ. അതായത് TB പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കിട്ടണം, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കണം എന്നുള്ളത് കൊണ്ട് അവർ ഫോക്കസ് ചെയ്തതാണ്. അതിനുശേഷം NSP 2017-25 ആണ്. ഇവിടെ എന്താണ് കൂടുതൽ TB എലിമിനേഷൻ, കൊളാബറേറ്റീവ് വർക്ക്സുകളൊക്കെ കൂടുതലായി ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിളാണ്, ജസ്റ്റ് കഥ പോലെ പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ സ്ട്രാറ്റജി പ്ലാൻ ഫോർ TB എലിമിനേഷൻ. സോ ഞാൻ പറഞ്ഞതുപോലെ എലിമിനേഷൻ ഒക്കെയാണ് നമ്മളിപ്പം വിചാരിക്കുന്നത്, എലിമിനേഷൻ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എലിമിനേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ. സോ ഞാൻ പറഞ്ഞതുപോലെ നാഷണൽ സ്ട്രാറ്റജി പ്ലാൻ NSP ഫോർ TB എലിമിനേഷനാണ് പറയാൻ പോകുന്നത്. വിഷൻ എന്ന് പറഞ്ഞാൽ സീറോ ഡെത്ത് ഡിസീസ് ആൻഡ് പോവർട്ടി ഡ്യൂ ടു TB കാരണം മരണം ഉണ്ടാകാൻ പാടില്ല, വേറെ അസുഖങ്ങൾ വരാൻ പാടില്ല, ആൻഡ് പോവർട്ടി അല്ലെങ്കിൽ എന്താണ് പോവർട്ടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഗോൾ എന്ന് പറയുന്നത്. TB കാരണമുള്ള ഒരു ബേർഡൻ എന്ന് പറയുന്നത് ഒഴിവാക്കി TB എലിമിനേഷൻ ബൈ 2025 ആണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ DTPD അപ്രോച്ച് അല്ലെങ്കിൽ സ്ട്രാറ്റജി പില്ലേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക ആൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ എയർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം എയർലി ഡിറ്റക്ട് ചെയ്താലേ നമുക്ക് അറിയാൻ ഒക്കത്തുള്ളൂ. ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ആൻഡ് ബിൽഡ്, അതായത് കൂടുതലായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫർദർലി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് സർവൈലൻസ്, റിസർച്ച്, ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രാറ്റജി പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി TBയിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ലോ സ്പൂട്ടം കളക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് റേറ്റ് ചില സമയത്ത് കുറയാറുണ്ട്. ആൻഡ് ലോ സ്പൂട്ടം, അതായത് നമ്മൾ എപ്പോഴും കബം എടുത്തിട്ട് പരിശോധിക്കാറുള്ളത്. ചില ആൾക്കാർ കബം ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കബം കിട്ടപ്പോൾ അവരെ സലൈവയൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ അവർ ഡിറ്റക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ആൻഡ് ഹൈ TB ഇൻസിഡൻസ് ആൻഡ് മോർട്ടാലിറ്റി, അത് TB ഇൻസിഡൻസ് കൂടി മോർട്ടാലിറ്റി ഒക്കെ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ട്രൈബൽ പോപ്പുലേഷനിൽ TB കാരണമാണ് ഉണ്ടാവാറുള്ളത്. അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇനാഡിക്വേറ്റ് പബ്ലിക് അവയർനെസ്. സോ പബ്ലിക്കിന് അവയർനെസ് ഇല്ല, ഇതെന്താണ് സാധനം, എങ്ങനെയാണ് എന്നവർക്കറിയില്ല. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് റെസിസ്റ്റൻസ്, കാര്യം ചില സമയങ്ങളിൽ മരുന്നുകൾ കഴിക്കും ബാക്ടീരിയ തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുപോലെ. ആൻഡ് ലിമിറ്റഡ് ഹെൽത്ത് കെയർ ആക്സസ്, എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൽത്ത് കെയർ ആക്സസ് ഉണ്ടാകണം എന്നൊരു നിർബന്ധവും ഇല്ല. നെക്സ്റ്റ് പറയാവുന്ന ഇൻ്റഗ്രേറ്റ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ IDSP ആണ് പറയാൻ പോകുന്നത്. സോ എന്താണ് IDSP? സോ TB കഴിഞ്ഞു, HIV കഴിഞ്ഞു, രണ്ടും കോറിലേറ്റ് ആണ്, അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇനി എന്താണ് IDSP? സോ ഇൻ്റഗ്രേറ്റ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം, IDSP എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ഡിസീസ് സർവൈലൻസ് സിസ്റ്റം ആണ്. ലോഞ്ച് ഇൻ 2004 സോ ഇവിടെ ഫ്രം വേൾഡ് ബാങ്കിൽ നിന്നാണ് നമ്മൾ ബേസിക് ആയിട്ട് എൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അവരുടെ സർവൈലൻസും ആണ്, അവരുടെ ഹെൽപ്പോടെ നമ്മൾ ലോഞ്ച് ചെയ്തത് കേട്ടോ.
So program integrates disease surveillance effort to state and central level. So central ലെവലും സ്റ്റേറ്റ് ലെവലിലുമാണ് നമ്മൾ ഈ ഒരു IDSP അല്ലെങ്കിൽ ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം കൊണ്ടുവന്നത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ IDSPയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ഡിസീസ് സർവൈലൻസ് സിസ്റ്റം മോണിറ്റർ ഡിസീസ് ട്രെയിൻ ആൻഡ് ഡിറ്റക്ട് ഔട്ട് ബ്രേക്ക് ഇയർലി. അതായത് വരാൻ പോകുന്ന അസുഖം ഏതാണ്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ ഡിറ്റക്ട് ചെയ്യുക. ഇപ്പൊ കോവിഡ് ഒക്കെ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ സർവൈലൻസ് ഒക്കെ ചെയ്തില്ല, അതുപോലെ ലബോറട്ടറി സപ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുക ആൻഡ് കാപ്പബിലിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും സർവൈലൻസ്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഫങ്ഷണൽ ആൻഡ് സ്ട്രാറ്റജി തന്നെയാണ്. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവൈലൻസ് ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്ങനെയാണ്, ഡേറ്റ കളക്ട് ചെയ്യുക, ഡിസീസ് ട്രെൻഡ് അനലൈസ് ചെയ്യുക, ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് അറിയുക. ഡയഗ്നോസ് ആണെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസും ലബോറട്ടറി കൺഫർമേഷൻ, കാര്യം കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷണൽ ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ഇവിടെ മോണിറ്റർ ചെയ്യുന്നത് റിസോഴ്സുകൾ കൂടുതൽ ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഈവൻ ചിലപ്പം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആയിരിക്കാം, കൺട്രീസ് ടു കൺട്രീസ് ആയിരിക്കാം, വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. സോ IDSP കാരണം നമുക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടായി, നമുക്ക് ഔട്ട് ബ്രേക്കുകൾ ഡിറ്റക്ട് ചെയ്യാനും അത് കുറയ്ക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഈവൻ റിമോട്ടും ട്രൈബൽ ഏരിയാസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു സർവൈലൻസിൻ്റെ കേസിൽ. ആൻഡ് കൂടുതലായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനും പറ്റി എന്നുള്ളതാണ്. ഇത് അത്ര അധികം നോട്ടൊന്നുമില്ല, വളരെ കുറച്ച് നോട്ടേ ഉള്ളൂ. പിന്നെ ഈ നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം ആൻഡ് IDSP ഒക്കെ ക്രൂഷ്യൽ കമ്പോണൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടറെ സംബന്ധിച്ച്. ഇന്ത്യയിൽ ഇതുപോലത്തെ അസുഖങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. സോ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം ആണ്. സോ ലെപ്രസി എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രയാണ് ഉണ്ടാക്കുന്നത്, മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. സോ ലെപ്രസി നമ്മൾ ഏകദേശമൊക്കെ ഇപ്പോൾ ഒരു എലിമിനേഷൻ ഫേസിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഹിസ്റ്ററി വാല്യൂഷൻ പറയുകയാണെങ്കിൽ 1955 ഡാപ്സോൺ മോണോതെറാപ്പി, ഡാപ്സോൺ മാത്രം കഴിച്ചാൽ അസുഖം കുറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഡാപ്സോൺ ഇസ് വെരി പവർഫുൾ ഈവൻ ഇഫ് നമ്മൾ കോമ്പിനേഷൻ തെറാപ്പി കൊടുക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ എന്താണ് റിഫാംബസിനും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിലും ഡാപ്സോൺ ഇസ് വെരി വെരി എഫക്റ്റീവ്. ആൻഡ് 1983 എന്താ മൾട്ടി ഡ്രഗ് തെറാപ്പി കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിഫാംബസിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇത് കൊണ്ടുവന്ന് തുടങ്ങിയത് കേട്ടോ. സോ 2005 ഇന്ത്യ ഡിക്ലെയർ ലെപ്രസി എലിമിനേഷൻ. കണ്ടോ, ലെപ്രസി എലിമിനേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് 2005 പ്രിവാലൻസ് 1 per 10,000 പോപ്പുലേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ കുറയ്ക്കുക, സ്റ്റിഗ്മ ഒഴിവാക്കുക, കൂടുതൽ മൾട്ടി ഡ്രഗ് തെറാപ്പി കൊണ്ടുവരിക ആൻഡ് സർജിക്കൽ റിക്കവറി കൊണ്ടുവരിക. ചില ആൾക്കാർക്ക് ഡിഫോമിറ്റി ഉണ്ടായിപ്പോൾ ലെപ്രസി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ ഏത് ഓർഗനാന്ന് പോലും അറിയാൻ. അപ്പോൾ അതൊക്കെ മാറ്റുക, അല്ലെങ്കിൽ എയർലി ഡിറ്റക്ട് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കൂടുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റി സർവീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സർവീസുകൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഗ്രാഫ് പഠിച്ചാൽ മതിയായിരിക്കും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ലെപ്രസി സർവീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ TB ഒക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നു. കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് നമ്മൾ എല്ലാവരും അറിയിക്കുക, ട്രെയിനിങ് കൊടുക്കുക, ഈ പരിപാടികൾ. ആൻഡ് IEC ഇൻഫോർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻസുകൾ. ആൻഡ് മൾട്ടി ഡ്രഗ് തെറാപ്പി MDT ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഈ ഡിസേബിലിറ്റി പ്രിവെൻഷൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് നമ്മൾ അൾസർ കിറ്റുകൾ അല്ലെങ്കിൽ റബ്ബർ ഫുഡ് വെയറുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവം നമ്മൾ കൊടുത്തിരുന്നു. കാര്യം ആ സമയത്തൊക്കെ ഡിഫോമിറ്റി ഉണ്ട്, നമുക്ക് ആളെ കണ്ടറിയൊക്കത്തില്ല, കാര്യം അവരുടെ ബോഡിയൊക്കെ ഡിഫോമിറ്റി ആയി പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആശാ വർക്കേഴ്സിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. NGOsകൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ആണ്. സോ മെൻ്റൽ അല്ലെങ്കിൽ വെൽബീയിങ് അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ വെൽബീയിങ് പോലെ തന്നെ മെൻ്റൽ വെൽബീയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരാൾ സോഷ്യലി സൗണ്ട് ആവുക അല്ലെങ്കിൽ മെൻ്റലി സൗണ്ട് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യമാണ്. സോ 1982 NMHP ലോഞ്ച് ചെയ്യുന്നത്. അത് മെൻ്റൽ ഇൽനെസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് 1982 ഒരു സിഗ്നിഫിക്കൻ്റ് ഒരു തിരിച്ചറിയുന്നത്. ആൻഡ് 1985 ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും കൂടുതൽ പ്രൈമറി ഹെൽത്ത് കെയറിലേക്കും ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പാസ്സായി എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്ത് കിട്ടേണ്ടവർക്ക് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ അവർക്ക് ബില്ല് പാസ്സായി.
ഒബ്ജക്റ്റീവ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, മെൻ്റൽ അസുഖങ്ങളൊക്കെ കുറയ്ക്കേണ്ട ആവശ്യമാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സ്റ്റിഗ്മ ഒഴിവാക്കുക, കൂടുതലായിട്ട് വർണബിൾ പോപ്പുലേഷന് അവർക്ക് സംഭവങ്ങൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇതിനകത്ത് മേജർ കമ്പോണൻസ് ആരൊക്കെയാണ് മേജറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് അതോറിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൽ മാത്രം. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് കൊടുക്കുക, റീഹാബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. ഔട്ട്കം എന്തായിരിക്കും? നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവൈലബിലിറ്റി, കൂടുതൽ മെൻ്റൽ ഹെൽത്ത് സർവീസുകളുടെ അവൈലബിലിറ്റി, സ്റ്റിഗ്മ ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കുക ആൻഡ് സ്ട്രെങ്തൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പ്രോഗ്രാമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ്. അപ്പം ഇത് വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് ഡെഫ്നെസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് തീരും കേട്ടോ, അതിനകത്തൊന്നുമില്ല. ഹിയറിംഗ് ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ ഇൻട്രാക്ഷനിലൊക്കെ പ്രശ്നമാണ്. ഒരു പ്രായം കഴിഞ്ഞ് ഒരാൾക്ക് ചെവി കേൾക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നില്ല, 2 പ്രാവശ്യം പറയുന്നത് കേൾക്കുന്നില്ല, അപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ അത് തന്നെ പ്രശ്നം തന്നെയാണ് അല്ലേ. സോ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 2006 25 ഡിസ്ട്രിക്റ്റിലായിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്ന ഈ പ്രോഗ്രാം. 2017 192 ഡിസ്ട്രിക്റ്റുകളിലും 20 സ്റ്റേറ്റുകളിലും വന്നു, നാഷണൽ വൈഡ് കവറേജ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മൾ ഹിയറിംഗ് ലോസ് ഏർലി ഡിറ്റക്ട് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, ഹെൽത്ത് കെയർ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക, കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ടുവരിക, റീഹാബിലിറ്റേഷൻ കൊണ്ടുവരിക, ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാത്തിലും റിപ്പീറ്റ് ആയിരിക്കും കേട്ടോ. കൂടുതൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈസുകളൊക്കെ ഇപ്പം അല്ലെങ്കിൽ ഈ ഹിയറിംഗ് എയ്ഡ്സുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ഹോസ്പിറ്റൽസിലൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഈ ഓഡിയോമെട്രി സർവീസുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഔട്ട്കം എന്തായിരിക്കും? എല്ലാം കുറഞ്ഞ് വരിക എന്നുള്ളത്. ഇതൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, അതിനകത്ത് അധികം ഒന്നും നമുക്ക് പറയാനില്ല. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ട് എഴുതിക്കോളാം ചോദിക്കുവാണെങ്കിൽ. സോ നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് എല്ലാവരും മറന്നു പോകുന്നത് ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ്. സോ UIP എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുക, അസുഖങ്ങൾ ഒഴിവാക്കുക. 1978 ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. 85 പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, യൂണിവേഴ്സൽ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1992 എന്തിന് ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് പ്രോഗ്രാംസുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് കുഞ്ഞും അമ്മ എന്നൊരു രീതിയിൽ, അതായത് പ്രോപ്പറായിട്ട് ഒരു അമ്മ ഗർഭിണിയായിരിക്കും, ആ കുഞ്ഞിന് സേഫ് ആയിരിക്കുക, ജനിച്ചതിന് ശേഷം സേഫ് ആവുക എന്ന രീതിയിൽ കേട്ടോ. സോ 2000 നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ NTAGI എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ഗ്രാഫ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഇമ്മ്യൂണൈസേഷൻ കവറേജ് കൊണ്ടുവരിക, ക്വാളിറ്റി കൊണ്ടുവരിക, നമുക്ക് ടെറ്റനസ്, ഡിഫ്തീരിയ, മീസിൽസ് പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുക, മോണിറ്ററിങ് ഇവാലുവേഷൻ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. സോ വാക്സിൻസും എന്തൊക്കെ ഡിസീസാണ് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ പഠിക്കുക, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. സോ കമ്പോണൻസ് പറയുന്നത് കോൾഡ് ചെയിൻ മാനേജ്മെന്റ്. എല്ലാ വാക്സിൻസും എന്താണ് നമുക്ക് കോൾഡ് മാനേജ്മെന്റിൽ വെക്കേണ്ടതാണ്. അപ്പോൾ വാക്സിൻ സ്റ്റോറേജ് അത്യാവശ്യമാണ്. അപ്പോൾ വാക്സിൻ സ്റ്റോറേജ് എന്ത് വേണം? വെയർ ഹൗസുകൾ വേണം, അവിടെ ഫോക്കസ് ചെയ്തു. പിന്നെ റുട്ടീനായിട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസുകൾ കൊണ്ടുവന്നു. മാസ് ക്യാമ്പയിൻ, ലൈക്ക് പൾസ് പോളിയൊക്കെ എന്താണ്, എല്ലാ വീടുകളിലും ആശാവർക്കർ എന്ന് പറയും, പൾസ് പോളിയാണേ പറയും. മോണിറ്ററിങ് ഇവാലുവേഷൻ, ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇമ്മ്യൂണൈസേഷൻ കവറേജ് കൂട്ടുക, വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ പ്രോഗ്രാം കൺട്രോൾ ഫോർ ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ്. ഇത് നമ്മുടെ ഹിയറിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ബ്ലൈൻഡ്നെസ്. ലോഞ്ച് ചെയ്യുന്നത് 1976 എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇത് പണ്ട് മുതലേ നമ്മൾ ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. അതിനുശേഷം 1983 സ്ട്രെങ്തൻ ചെയ്തു. ഇപ്പോൾ 2020 ആയപ്പോഴത്തേക്കും ബ്ലൈൻഡ്നെസ് 0.3% ഇൻസിഡൻറ്റ് റേറ്റ് നമ്മൾ കൊണ്ടുവന്നുള്ള കാര്യം. ചില കുട്ടികൾ ജനിക്കുമ്പോഴേ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, നോക്കാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ ഏതെങ്കിലും കാരണത്താൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളിൽ മാത്രമല്ല അഡൾട്ടിലും അങ്ങനെ തന്നെയാണ്. ക്വാളിറ്റി ഐ കെയർ കൊടുക്കുക, പബ്ലിക് അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ ഐ കെയർ സർവീസ് കൊടുക്കുക. പിന്നെ ബ്ലൈൻഡ്നെസ്സിന് എന്താണോ കാരണം വരിക നമ്മൾ ഒഴിവാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പബ്ലിക്കിനെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. കീ കമ്പൗണ്ട് പറയുവാണെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS എന്ന് പറയും. ഡേറ്റ കളക്ട് ചെയ്ത് അത് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്.
വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൺട്രോൾ. ചില ആൾക്കാർക്ക് വൈറ്റമിൻ എ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. അത് നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ്. ആൻഡ് ഐ സ്ക്രീനിങ് പ്രോഗ്രാം, അതായത് കണ്ണ് നമ്മൾ പരിശോധിക്കുന്ന പ്രോഗ്രാം കുറേ എല്ലാ മാസങ്ങളിലും ഒക്കെ എല്ലാ പഞ്ചായത്തിലും ഒക്കെ ഇത് കാണാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് IEC ആക്ടിവിറ്റി, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കുന്ന പരിപാടി. അതിന് ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ടാർഗറ്റ് ഡിസീസ് ഏതാണ്? കത്തറാക്ട്സ്, ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ്, ഗ്ലൂക്കോമ, ലോ വിഷൻ, ട്രക്കോമ, ഡയബറ്റിസ് റെറ്റിനോപ്പതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡെവലപ്മെന്റ് കൊണ്ട്, അല്ലെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ് എന്തൊക്കെയായിരുന്നു? റിസർച്ച് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊണ്ടുവരിക, സ്കിൽ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരിക, കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സ്ട്രാറ്റജി എന്താണ്? ബ്ലൈൻഡ്നെസ് ഒഴിവാക്കുക, ഐ ഹെൽത്ത് കൂട്ടുക, ഒപ്താൽമിക് പേഴ്സണൽസിനെ ട്രെയിൻ ചെയ്യുക, സ്കൂൾ ബേസ് ഐ സ്ക്രീനിങ് പ്രോഗ്രാം കൊണ്ടുവരിക. നമ്മൾ എയർലി ഡിറ്റക്ട് ചെയ്യുക. 50 വയസ്സിന് അല്ലെങ്കിൽ ശേഷമൊക്കെയാണ് കൂടുതൽ ഈ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കുക. ഐക്കർ ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇൻസിഡൻസ് റേറ്റ് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതൊക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് പൾസ് പോളിയോ പ്രോഗ്രാം. സോ പൾസ് പോളിയോ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ഈ വാക്സിനകത്ത് തന്നെ വരുന്നതാണ്, പക്ഷെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമാണ്. സോ പൾസ് പോളിയോ വെച്ചാൽ ഹൈലി വൈറൽ ഇൻഫെക്ഷസ് ഡിസീസാണ്. നിങ്ങൾക്കറിയാം, പൾസ് പോളിയോ വന്ന ആൾക്കാർക്ക് ഒരു സൈഡ് പാരലൈസ് ആയി പോവാൻ, നമ്പായി പോവാൻ, മസിൽ വീക്കനായി പോവാൻ, നടക്കാൻ ഒക്കത്തില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. ലോഞ്ച് ചെയ്യുന്നത് 1995 ഗ്ലോബൽ പോളിയോ എറാഡിക്കേഷൻ ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇൻ 1988. ഇവിടെ പോയിട്ട് വേൾഡ് ബാങ്ക് ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇന്റഗ്രേറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നതാണ്. കാര്യം ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് കൊണ്ടുപോകാറുണ്ട്. സോ ഇവിടെ മേജറായിട്ട് പോളിയോ കൊടുക്കുക, അല്ലെങ്കിൽ പോളിയോ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരിക, ഇമ്മ്യൂണൈസേഷൻ കൊണ്ടുവരിക, കൊച്ചു കുട്ടികളിൽ തന്നെ കൂടുതൽ തുടങ്ങുക. അപ്പോൾ NGO ഒക്കെ ഒരുപാട് ഇതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ OPV, ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് 100% സക്സസ്ഫുൾ ആണ്. അതിപ്പം വാക്സിൻ, ഈ ഓറൽ പോളിയോ വാക്സിൻ കിട്ടാത്ത ആൾക്കാർ വളരെ കുറവാണ്. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ആശാ വർക്കർ ഒരു ബോക്സുമായിട്ട് എല്ലാ വീടുകളിലും പോകും, ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും ചെയ്തിരുന്നു. സോ എഫേർട്സ് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ലാസ്റ്റ് പോളിയോ കോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 2011 റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം 2015 പിന്നെ എന്ത് ചെയ്തില്ല, റിപ്പോർട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. സോ ഇന്ത്യ പോളിയോ ഫ്രീ ആണെന്ന് WHO തന്നെ ഡിക്ലെയർ ചെയ്തു. വൈൽഡ് പോളിയോ വൈറസ് ടൈപ്പ് 2 എന്ന് പറയുന്നത് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് 1999. അപ്പോൾ അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വാക്സിൻ സർവിലൻസും വാക്സിൻ നമ്മൾ ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പർ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. മാർച്ച് 27, 2014 WHO ഇന്ത്യനെ പോളിയോ ഫ്രീ എന്ന് സർട്ടിഫൈ ചെയ്തു. ആൻഡ് പോളിയോ വൈറസ് കോസ് ഹാഡ് ബീൻ റിപ്പോർട്ട് ഫോർ 5 years. അപ്പം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വേൾഡ് പോളിയോ ഡേ ഉണ്ട്, October 24 റോട്ടറി ഇന്റർനാഷണൽ ടു ഹോണർ ഡോക്ടർ ജോൺ സാൽക്ക് ദാറ്റ് ഡെവലപ്പ് ദ ഫസ്റ്റ് പോളിയോ വാക്സിൻ. പുള്ളിക്കാരനാണ് എന്ത് ചെയ്തത്, പോളിയോ വാക്സിൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പുള്ളിക്കാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. ടൈപ്പ് ഓഫ് പോളിയോ വാക്സിൻ ഏതൊക്കെയാണ്? OPV ഉണ്ട്, IPV ഉണ്ട്. OPV ആണെങ്കിൽ 6, 10, 14 ആഴ്ചകളാണ്. 16, 24 മന്തുകളിലാണ് നമ്മൾ കൊടുക്കുക. ഓറൽ പോളിയോ ആണ്, ഒരുമാതിരി കൈപ്പുള്ള നീല നിറത്തിൽ കാണുന്ന ഒരു സാധനം. ആൻഡ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ഉണ്ട്. ഇവിടെ നമ്മൾ 3rd ഡോസ് അഡ്മിനിസ്ട്രേഡ് എലോങ് ദ 3rd ഡോസ് ഓഫ് DPT. നമ്മൾ DPTന്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുക. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് വരിക. കണ്ടോ, ഈ കാര്യം നമ്മൾ മറ്റൊരു പഠിച്ചിരുന്നു. ഇനി പ്രിൻസിപ്പിൾ ഓഫ് പോളിയോ എലിമിനേഷൻ എന്താണ്? പോളിയോ അഫക്ട് ഓൺലി ഹ്യൂമൻ വിത്ത് നോ ആനിമൽ റിസർവോയ്സ്. അറിയാലോ, പോളിയോ അഫക്ട് ചെയ്യുന്നത് ഹ്യൂമനിൽ മാത്രമാണ് എന്നുള്ളതാണ്. കാര്യം ബേസിക് ആയിട്ട് നമ്മുടെ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഹ്യൂമനെ ബന്ധപ്പെടുത്തിയാണ് പറയുക അല്ലേ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഹൈ ഇമ്മ്യൂണൈസേഷൻ കവറേജ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ സർവിലൻസ് അത്യാവശ്യമാണ്. വാക്സിൻസ് കറക്റ്റ് കിട്ടുന്നുണ്ടോ, പ്രോപ്പർ റൂട്ടാണോ, അല്ലെങ്കിൽ എല്ലാ ബൂത്തുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കോൾഡ് ചെയിൻ മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. പോളിയോ എറാഡിക്കേഷൻ സ്ട്രെങ്തനിങ് ഇൻ ഇന്ത്യ, അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് വർക്ക് ചെയ്യുന്നത്? റുട്ടീനായിട്ട് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നുണ്ട്. 5 വയസ്സിന് താഴെ എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ കൊടുക്കണമെന്ന് പറയാറുണ്ട്. സപ്ലിമെന്ററി ഇമ്മ്യൂണൈസേഷൻ ആക്ടിവിറ്റീസ്, ഇതിന്റെ കൂടെ തന്നെ സപ്ലിമെന്ററി ആക്ടിവിറ്റീസ്, സർവലൻസ് കൊടുക്കാറുണ്ട്. ഡോർ ടു ഡോർ വാക്സിൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് ആശാ വർക്കറൊക്കെ വന്ന് വീട്ടിൽ വന്ന് തരുമെന്നൊക്കെ. പിന്നെ അത് മാത്രമല്ല മാസ് ഇമ്മ്യൂണൈസേഷൻ ഡേ, പൾസ് പോളിയോ റൗണ്ട്സുകളും കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രോഗ്രാമുകൾ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.